Magic morning, all of you. Magic morning. Magic morning. ബി മാജിക്കിന്റെ 2257 സൂം സെഷനിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ദ 9 കീ ഹോർമോൺസ് എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് ക്ലാസ് എടുക്കുന്നത് പ്രൊഫഷണൽ ട്രെയിനറും HR പ്രൊഫഷണലും ദ ബെസ്റ്റ് സെല്ലർ ഗ്രൂപ്പിന്റെ റൈറ്ററുമായിട്ടുള്ള കവിത ബിജേഷ് മാമാണ്. വെൽക്കം മാം. ഇവിടെ ക്യാമറ ഓണാക്കി വരും. താങ്ക് യു. മോർണിംഗ്. അഖില ക്യാമറ ഓണാക്കൂ. വെൽക്കം മാം. സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, ഗുഡ് മോർണിംഗ്. വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു ഒരു 4-5 എങ്ങാനും തവണയാണ് ഞാൻ ഈ 5 AM ക്ലബിന്റെ ഭാഗമാവുന്നത്. അപ്പം ഇത്തവണ നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്തത് 9 കീ ഹോർമോൺസ് ആണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ലൈഫ് പോകുന്നത് നമ്മളുടെ ഈ ഹോർമോൺസിന്റെ ഒരു ഇംബാലൻസിൽ വരുന്ന ഒരുപാട് എന്താ പറയാ ചേഞ്ചസിൽ നിന്നാണ് നമ്മുടെ ഒരു ഹെൽത്തിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലും ഹോർമോൺസ് നമ്മുടെ ഒരു വർക്ക് ലൈഫ് സ്റ്റൈലിനൊക്കെ അനുസരിച്ചിട്ട് ഹോർമോൺസിൽ വരുന്ന മാറ്റങ്ങളും അതിലൂടെ നമ്മുടെ ഹെൽത്തിന് വരുന്ന ഇഷ്യൂസും ഒക്കെ ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഈ ശരീരത്തിലെ ഹോർമോൺസിനൊക്കെ ഹോർമോൺസ് എല്ലാം അല്ലെ അതിന്റെ ഒരു വ്യതിചലനങ്ങളിലെല്ലാം ഭാഗമാവുന്ന ഒരു സാധനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. സോ പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടുള്ള 9 കീസ് ഹോർമോണുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ഒന്ന് കയറി ഇറങ്ങി നമുക്ക് പോവാം അതിലൂടെ. നമുക്കറിയാം ഓരോ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിളിലൂടെ ഞാനത് പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഇങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുന്ന അല്ലെങ്കിൽ നമുക്കറിയാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അതിൽ നമ്മൾ ചെയ്യുന്നത് വെറുതെ നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് പോവുക മാത്രമല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ആ സ്റ്റാറ്റസ് നോക്കും എത്ര പേര് കണ്ടു. അങ്ങനെ ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം നമ്മളിലെ ആളുകളും. അത് നമുക്കപ്പം നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് പോയി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 23 വ്യൂസ്, കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും 50 വ്യൂസ്. പിന്നെ നമ്മുടെ കോണ്ടാക്ട്സിന്റെ നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്ട്സുകൾ നമ്മൾ എത്ര സേവ് ചെയ്തിട്ടുണ്ടോ ആ നമ്പറിനനുസരിച്ച് ചിലർക്ക് എന്താണ് ഒരുപാട് കോണ്ടാക്ട്സ് സേവ് ചെയ്ത ആളുകളാണെങ്കിൽ ചിലപ്പോൾ 400+ വ്യൂസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും ഫ്രീ സമയത്ത് ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിൽ പോയിട്ട് സ്റ്റാറ്റസ് എത്ര പേര് കണ്ടു എന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെ നമുക്ക് ആ ഒരു സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. ഇത് നമ്മൾ എന്താ പറയാ അറിയാതെ നമ്മളിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരു ഹോർമോണാണ്. അപ്പം ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ ആ ചെറിയ കാര്യങ്ങളിൽ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ സ്റ്റാറ്റസ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് കാണാനല്ല, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു ടൂർ പോയി, അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായി, നമുക്കൊരു അവാർഡ് കിട്ടി, അല്ലെങ്കിൽ നമ്മളൊരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നല്ല ഏറ്റവും കൂടുതൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും. അപ്പൊ ഇനിയിപ്പോ അതല്ല നമ്മളുടെ ഒരു വിഷമമാണ് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കേണ്ടത് എങ്കിൽ പോലും ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാറ്റസ് ഇടാറുണ്ട്. എനിവേ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അത് ഹാപ്പിനെസ് ആവാം, അല്ലാത്തതാവാം, അൺഹാപ്പി ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ട് അത് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ പബ്ലിക് കണ്ടു എന്ന് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് മനസ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തരുന്ന ഹോർമോണാണ് ഈ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതിനെ നമുക്ക് എങ്ങനെ ഈ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ എങ്ങനെ ഈ ഡോപ്പാമിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് നമ്മൾ ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ എന്താണ്
ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇന്ന് രാത്രിയുടെ ഉള്ളിൽ ഞാൻ ഇന്ന ജോലികൾ ചെയ്ത് തീർക്കും. ആ ജോലികൾ നമ്മൾ ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് തരുന്ന, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞ് എന്താ പറയാ, ഇങ്ങനെ ഇത്രയും കാലം കൂടി ചെയ്ത് തീർക്കുന്നില്ല. ഷോർട്ട് ടേമിൽ നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സുകൾ തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ. അത് നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം പ്രവർത്തിക്കുന്നത് കൊണ്ടും അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് അറിയുന്നത് കൊണ്ടുമാണ് നമ്മൾ ഈ വാട്സപ്പ് സ്റ്റാറ്റസുകളായാലും നമ്മളുടെ കാര്യങ്ങൾ പബ്ലിക് അറിയണം എന്ന് വിചാരിക്കുന്നതും. പക്ഷെ ഒരു കൂട്ടം ആളുകളുണ്ട് ഇതിലൊന്നും താല്പര്യമില്ലാത്ത, എന്തിനാ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന എന്ന് വിചാരിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. പക്ഷെ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ വ്യതിയാനത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത്തരം ഈ ഡോപ്പാമിൻ കൂടുതലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ്. നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് ഒക്കെ തോന്നുന്ന, നമ്മൾ എന്തോ സംഭവമാണെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഹോർമോണാണ് ഈ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണ്. നമുക്ക് എപ്പോഴും ഇതിനെ ബൂസ്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഇന്ന സ്ഥലത്ത് പോകണം. ഇപ്പം കാലിക്കറ്റൊക്കെയാണ് ഇപ്പൊ ലുലു മാള് വന്ന്, ഇപ്പോഴും ലുലു മാള് കാണാത്ത കുറെ ആളുകളുണ്ട്. അപ്പം ഇന്ന് എന്തായാലും എനിക്കൊന്ന് ലുലു മാള് പോകണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു. നമ്മളിന്ന് ലുലു മാളൊക്കെ ഒന്ന് പോയി കണ്ട് രാത്രി വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വളരെ ചെറിയൊരു ഹാപ്പിനെസ് ആണ്. പക്ഷെ അതിന് നമ്മളെ പിന്നെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഊർജം തരാനായിട്ട് സാധിക്കും. സോ ഈ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഹോർമോൺ. അതായത് ഷോർട്ട് ടേമിൽ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ഹോർമോണാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഇത് നമ്മൾക്കിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഹോർമോണാണ് ഈ സെറാട്ടോണിൻ എന്ന് പറയുന്നത്. പല കാര്യങ്ങളും ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഒരാള് അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, കിട്ടുമ്പോൾ വരുന്നൊരു ഹോർമോണാണ്. ഒരു ഹാപ്പിനെസ് കിട്ടുമല്ലോ നമുക്ക്. നമ്മളെ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഗ്രാജുലേഷൻസ് ഇടുകയാണ്, അതല്ല ഒരു ഷെയ്ക്കൻഡ് തരാണ്, യു ഡൺ വെൽ എന്ന് പറഞ്ഞ് നമ്മളെ, അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൽ തട്ടിയിട്ട് നീ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ നീ ചെയ്തത് അടിപൊളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്ന ഒരു ഹോർമോണാണ് ഈ സെറാട്ടോണിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്ട് തോന്നുകയാണ്, ഞാൻ ഒരു സംഭവമാണ് എന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഞാനൊക്കെ ഒരു ജൂനിയർ ചാമ്പർ ഇന്റർനാഷണലിന്റെ ട്രെയിനറാണ്. അപ്പം അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒരു ഓഫീസറാണ്, സോൺ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ പൊതുവെ JCയെ കുറിച്ചൊക്കെ പുറത്തെ ആളുകൾ പറയുന്നത്, നിങ്ങൾ കുറെ അങ്ങോട്ട് അപ്രിഷിയേറ്റ് ചെയ്യും, കുറെ ഇങ്ങോട്ട് അപ്രിഷിയേറ്റ് ചെയ്യും. പക്ഷെ എത്ര വലിയ പ്രൊഫഷണൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും, ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും ഏത് തരത്തിലുള്ള പ്രൊഫഷണൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും അപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇഷ്ടപ്പെടാത്ത ആരുമില്ല. നമ്മൾ പറയും ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ, നമുക്ക് എത്രയോ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇവന്റിന് നമ്മൾ പോയി നമ്മൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കുഞ്ഞു പെന്ന് പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതായത് ആളുകൾ നമ്മളെ കൺസിഡർ ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന, നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു എന്താ പറയാ, നമുക്ക് നമ്മളോട് തന്നെ തോന്നുന്ന ഒരു കോൺഫിഡൻസ്, നമ്മളോട് തന്നെ തോന്നുന്ന ഒരു റെസ്പെക്ട് ഒക്കെ കിട്ടുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ഹോർമോണിന്റെ പേരാണ് ഈ സെറോട്ടോണിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളിപ്പോ ഏറ്റവും ലാസ്റ്റ് റീസെന്റ് ഏത് ഇൻസിഡന്റിൽ ആരായിരിക്കും നിങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്തതെന്നൊന്ന് നിങ്ങൾ മനസ്സിൽ കരുതി നോക്കുക. എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് വിളിച്ചിട്ട്, ഫോണിൽ വിളിച്ചിട്ട് എന്തെങ്കിലും പറയുന്ന സമയത്തായിരിക്കും, നിന്റെ അന്നത്തെ ഒരു സ്റ്റാറ്റസ് കണ്ടു, നീ അങ്ങനെ ചെയ്ത് വളരെ നന്നായി. അല്ലെങ്കിൽ അത്തരത്തിൽ ചിലപ്പോൾ നിങ്ങൾ വൈഫായിരിക്കും, നിങ്ങൾ അന്ന് അത് ചെയ്തത് നന്നായി. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ മക്കളായിരിക്കും, പാരന്റ്സ് ആയിരിക്കും, ആരെങ്കിലും, ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ടീച്ചേഴ്സ് ആയിരിക്കും. നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ വരുന്ന ഈ ഒരു ഹോർമോണാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ദിവസം നമ്മളിപ്പോ ഇതുപോലെ രാത്രി കിടക്കുന്നതിന് മുന്നെയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇന്നിപ്പോ രാത്രി നമ്മൾ കിടക്കുന്നു, രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് ആരോടൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ട്,
എന്നെ അപ്രിഷിയേറ്റ് ചെയ്ത ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മളോട് എങ്ങനെ എന്താണ് പറയണമെന്ന് പോലും ഇല്ല. ചിലപ്പോൾ അവരുടെ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരുടെ ഒരു ഐ കോണ്ടാക്റ്റിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളോട് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ച ആളുകളെ നമ്മൾ ഓർക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഹോർമോണ് നമുക്ക് നല്ല രീതിയിൽ എന്താണ് നമ്മുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കും. പിന്നെയുള്ളൊരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. നമുക്കറിയാം, നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഏത് ജീവജാലങ്ങൾക്കും സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് എവിടെ നമുക്ക് പരിഗണന അല്ലെങ്കിൽ സ്നേഹം ഇതൊക്കെ കിട്ടുന്നു, ആ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് നമ്മളെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടീം വർക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന സമയത്ത്, ആ ഒരു ലവ് ആൻഡ് കെയർ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത്, അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഹഗ് ചെയ്യാണ്ട്, ഫ്രണ്ട്സ് തമ്മിൽ ഹഗ് ചെയ്യുകയാണെങ്കിൽ, പാരൻസിനെ നമ്മൾ ഹഗ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കൂടെയൊക്കെ നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ. ഇപ്പൊ നമുക്കറിയാം, പല ആളുകൾക്കും എന്താണ് ഹെൽത്ത് വൈസ് വെൽത്ത് വൈസ് ഒക്കെ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ആഫ്റ്റർ റിട്ടയർമെന്റിന്റെ ഒക്കെ ശേഷം അടിപൊളിയിൽ പുറമെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് വളരെ ഹെൽത്ത് വൈസും വെൽത്ത് വൈസും ഒക്കെ സെറ്റിൽഡ് ആയിട്ട് പല ആളുകൾക്കും നമുക്കറിയാം. നമ്മുടെയൊക്കെ മനുഷ്യരുടെ നമുക്കൊരു പ്രധാനപ്പെട്ട അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ ടച്ചിങ്സ് എന്ന് പറയുന്നത്. സോ നമ്മളെ ഒരാൾ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ഷേക്ക് ഹാൻഡ് തരിക, നമ്മളെ കൂട്ടിപ്പിടിച്ച് അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പരിഗണിക്കുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഈ ഹെൽത്തിനേക്കാളും വെൽത്തിനേക്കാളും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനപ്പെട്ടത് എന്നല്ല, അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇതൊന്നും കിട്ടാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സോ നമുക്കറിയാം, ഈ വൃദ്ധസദനങ്ങളിലൊക്കെയുള്ള ഒരുപാട് അമ്മമാരും അച്ഛന്മാരൊക്കെ ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ മക്കളുടെ ഒരു ഹഗ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്ന, അല്ലെ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ക്വാളിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ വീട്ടുകാരായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ട് ക്വാളിറ്റി ടൈം. ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇപ്പം പാരൻസിനെ സംബന്ധിച്ച് മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയമാണെങ്കിൽ അത് അവർക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന സമയമായിരിക്കണം. അപ്പം ഏറ്റവും നമ്മുടെ ഫോണിന്റെ അതിപ്രസരം ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ പല ഹോർമോണുകൾ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നതും, അതേപോലെ തന്നെ ഈ ഹോർമോണുകളെ ഒരു വിധത്തിലും നമ്മളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള കഴിവും ഈ ഫോണിനുണ്ട്. കാരണം ഒരുപാട് സമയം നമ്മൾ ഈ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കേണ്ട ക്വാളിറ്റി ടൈം നമ്മൾ ഈ ഫോണിന് സ്പെൻഡ് ചെയ്യുന്ന, റീൽസ് കണ്ടിട്ടും അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട്. സോ ഓഡിബിൾ അല്ലേ? അതെ അതെ. കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ ഇത് നമ്മളിപ്പോ ഒരു ഫിസിക്കൽ ആയിട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന കൂടെയുള്ള പാർട്ടിസിപ്പന്റിനെ നമുക്ക് നല്ല മുറുക്കെ ഹഗ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മളൊരാൾ ഹഗ് ചെയ്ത് അത് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് ആണ് ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്നത്. നെക്സ്റ്റ് എൻഡ്രോഫിൻസ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഉണ്ട്. ഇത് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ബാക്കിയെല്ലാം നമുക്ക് ഹാപ്പിനെസ് തരുന്നതാണെങ്കിലും ഈ എൻഡ്രോഫിൻസ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ഹൈ ലെവലിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. നമുക്ക് ഒരുപാട് സ്ട്രെസ് വരുന്ന സമയത്തൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ റിലീസ് ചെയ്ത് നമ്മളൊരു വേറൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണിത്. ഇത് നമുക്കറിയാം, നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പൊ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ
വർഷങ്ങളായിട്ട് ഈ 5 AM ക്ലബിന്റെ ഭാഗമായി വരുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ 5 AM ക്ലബിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് നിങ്ങൾക്ക് അഡീഷണൽ ആയി കിട്ടുന്ന വേറൊരു ടൈപ്പ് ഓഫ് ഹാപ്പിനെസിന്റെ എക്സ്ട്രീം ലെവലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാവാനും ദിവസവും ഇതിൽ ജോയിൻ ചെയ്യാനും പറ്റുന്നത്. സോ ഇത്തരത്തിൽ നമുക്ക് എക്സ്ട്രാ നമ്മുടെ എനർജിയെ ബൂസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഇപ്പം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നമ്മുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് മാറി, അതിൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറി നമ്മൾ ചെയ്യുന്ന, നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ് ആക്ച്വലി ഈ എൻഡ്രോഫിൻസ് എന്ന് പറയുന്ന ഹാപ്പിനെസ്. സോ ഇതിൽ നമുക്ക് റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്ക്, റെഗുലർ ആയിട്ട് മറ്റു തരത്തിലുള്ള യോഗ പ്രാക്ടീസുകൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ ഒരു മ്യൂസിക് തെറാപ്പി മ്യൂസിക് ഇഷ്ടമുള്ള ആൾ രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യുന്നതാവട്ടെ, അത്തരത്തിലുള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആണ്, ഹാപ്പിനെസ് ബൂസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരുമിച്ചിട്ട് കുറെ ആളുകൾ ഇരുന്ന്, നമ്മൾ ഫ്രണ്ട്സോ ഫാമിലിയോ ഇരുന്ന് സംസാരിച്ച് നമ്മൾ ഒരുപാട് ചിരിക്കുന്ന സമയത്ത്, കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പം എന്തെങ്കിലും കോമഡി ഷോസ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ അതിൽ നിന്ന് ഒരുപാട്, അതായത് നോർമൽ ഹാപ്പിനെസ്സിനേക്കാൾ കുറച്ചുകൂടെ അധികം നേരം നമ്മൾ ചിരിച്ച് മതിമറന്ന് ചിരിക്കുന്നൊക്കെ സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഈ എൻഡ്രോഫിൻസ് എന്ന് പറയുന്ന ഹോർമോണ്. ഹാപ്പിനെസ്സും മാത്രം നമുക്ക് തരുന്ന ഒരു ഹോർമോണാണത്, പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. ചില സമയത്ത് ചില ആളുകൾക്ക് അവരുടെ ഹോബീസ് ഒക്കെ, അതായത് ഇതുപോലെ ഈ പാട്ടുകാര്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് സൈക്ലിംഗ് ആണ് ഇഷ്ടം, അവർ ഒരുപാട് സൈക്ലിംഗ് രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഡെയിലി നടക്കാൻ പോകുന്ന ഒരാളാണ്, ഞാൻ ഇത്ര കിലോമീറ്റർ നടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു എനർജി ബൂസ്റ്റിംഗ് കിട്ടുന്ന ഒരു ടൈം, ഈ ഒരു സമയത്തൊക്കെ വരുന്ന ഹോർമോണാണ് ഈ എൻഡ്രോഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺ. പിന്നെ ഉള്ളതാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോൺ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ വർക്ക് ലൈഫ് ബാലൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ്. നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് വളരെ നമുക്ക് എന്താ പറയാ, ഡേഞ്ചർ ആയിട്ടുള്ള ഒരുപാട് അപകടകരമായ കുറെ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് വരുന്ന ഒരു ഹോർമോണാണ് ഇത്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പരീക്ഷാ സമയത്ത് നമുക്ക് വരുന്ന പേടി, കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു തരം പേടി ഉണ്ടല്ലോ, ആ സമയത്ത് വരുന്ന, നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് വരുന്ന ഒരു ഹോർമോണാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടി നമ്മൾ എന്താ പറയാ, ഭയങ്കര നെർവസ് ആയി, ചിലരൊരു ഡിപ്രഷൻ പോലെ ഉള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ പോയി നമ്മളാകെ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം. ചിലവർക്ക് അറിയാം, ചിലർ ഫാമിലി നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും, പക്ഷെ വർക്കിംഗ് പ്ലേസിൽ അവർക്ക് ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും, ടൈമിന് എത്താൻ പറ്റാത്തത്, പങ്ക്ച്വാലിറ്റി പാലിക്കാൻ പറ്റാത്തത്, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. ചിലവര് വർക്കിംഗ് പ്ലേസിൽ കൃത്യമായിട്ട് പങ്ക്ച്വാലിറ്റി കാണിക്കുകയും ഹാർഡ് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഫാമിലി വളരെ മോശമായിട്ട് മുന്നോട്ട് പോകുന്നവരും. അപ്പൊ ഈ വർക്ക് ലൈഫിനെയും നമ്മുടെ ലൈഫും കൂടെ കൂട്ടി ഒരു ബാലൻസോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വളരെ കുറയും. അല്ലെങ്കിൽ ഫാമിലിയിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും, വർക്കിംഗ് പ്ലേസിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഹോർമോണിനെ നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്താൽ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ടതായിട്ട് വരും. അപ്പം അത് നമുക്ക് കൺട്രോൾ ചെയ്ത്, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത്, ഇതുപോലെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് വെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഹോർമോണിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് എന്താ പറയാ, ആ സ്ട്രെസ്സിൽ നിന്ന് പുറത്ത് വരണോ അല്ലെങ്കിൽ അതിൽ തന്നെ നിൽക്കണോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. സ്ട്രെസ് എന്തായാലും എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അതിൽ തന്നെ നിൽക്കണോ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരണോ എന്ന് ഉള്ള ചോയ്സ് നമ്മുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അത്തരം സ്ട്രെസ്സുകൾ, തീർച്ചയായിട്ടും ഒരു വർക്കിംഗ്
പേഴ്സണ് എന്തായാലും സ്ട്രെസ് ഉണ്ടാവും, ഫാമിലിയിലും അതിൻ്റെതായ സ്ട്രെസ് ഉണ്ടാവും. അപ്പം അത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത്. സോ അതാണ് ആ ഹോർമോൺ. നെക്സ്റ്റ് അഡ്രണാലിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്റ് തരുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമുക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ക്വിക്കായിട്ട് നമ്മളെ അത് നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണിത്. നമ്മളോട് ഇപ്പോൾ പറയാണ്, പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് നമ്മളോട് പറയാണ്, നിങ്ങളൊന്ന് സ്റ്റേജിൽ കയറി ഒന്ന് സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഫീലിംഗ് ആണ് എന്ത്, ഈ ഒരു ഹോർമോൺ ഇൻസ്റ്റന്റ് ആയിട്ട് അതായത് നമ്മൾ അതുവരെ സദസ്സിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് നിങ്ങൾ വേദിയിൽ കയറി പ്രസംഗിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ആ ഒരു സഡൻലി ഉണ്ടാവുന്ന ഒരു എനർജി ബൂസ്റ്റർ ആണ് ഈ ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ഒരു ആക്സിഡന്റ്, നമ്മൾ ഇപ്പം വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ആക്സിഡന്റ് കണ്ടാൽ ആ സമയത്ത് നോർമലായിരുന്ന നമ്മൾ അവിടെ കുറച്ചും കൂടെ കുറച്ചുകൂടെ നമ്മുടെ എനർജി എടുത്ത് നമ്മൾ ചിലപ്പം ആ ഒരു നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ കാറിൽ നിന്ന് ഇറങ്ങി മുന്നിൽ ഒരു ആക്സിഡന്റ് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിൽ നമ്മൾ നോർമലിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ എനർജി വന്ന് ആ എനർജി നമ്മളിൽ ബൂസ്റ്റായി നമ്മൾ ആ സമയത്ത് അവിടെ ആക്ട് ചെയ്യുന്ന രീതി, ഇതൊക്കെയാണ് ഈ ഒരു ഹോർമോൺ എന്ന് പറയുന്നത്. സഡൻലി നമ്മുടെ നോർമൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മളൊരു ഹൈ ലെവൽ ബൂസ്റ്റർ വേർഷനിലേക്ക് പെട്ടെന്ന് മാറുന്ന ആ ഒരു സമയത്ത് വരുന്നതാണ്. ഇത് നമ്മൾ എന്താ പറയാ, നമ്മളിപ്പം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് വായിക്കുന്നതിന് പകരം നമ്മൾ ഒരു സ്ഥലത്ത് പോസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ബാക്ക് ടു നോർമലിലേക്ക് വരിക. ഒരു സ്റ്റോറി വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് വായിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷൻ എത്തുമ്പോൾ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചിലപ്പോൾ ആ ലോകത്തായിരിക്കും, നമ്മൾ ബാക്ക് ടു നോർമലായിട്ട് നമ്മുടെ സിറ്റുവേഷനൊക്കെ ഒന്ന് നോക്കി നമ്മൾ പോയി ഒരു കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ ശരീരം വീണ്ടും ആ ഒരു കഥാപാത്രങ്ങളിലേക്ക് പോവുക. അതായത് നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് പോസ് ചെയ്ത് വീണ്ടും നമ്മൾ അതിലേക്ക് പോവുക എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് പോയി നോർമലിൽ നിന്ന് വീണ്ടും ഈ ഒരു വർക്കിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത്. അതായത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് വരുന്ന ഒരു ഹോർമോണാണ് ഈ ഒരു അഡ്രണാലിൻ എന്ന് പറയുന്ന ഹോർമോൺ. പിന്നെ നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായിട്ട് അറിയുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിന്റെ കാര്യം പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രം കൺട്രോൾ ആവുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻസുലിൻ ഉള്ള ആളുകൾക്ക് നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉറക്കം വരിക, ഇതെല്ലാം ഈ ഒരു ഇൻസുലിന്റെ ഇംബാലൻസിൽ നിന്ന് വരുന്ന കുറെ കാര്യങ്ങളാണ്. നമുക്കറിയാം, എനർജി കിട്ടണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഷുഗർ വേണം. പക്ഷെ ആ ഷുഗറിന്റെ അളവിൽ വരുന്ന മാറ്റത്തിലൂടെ വരുന്നതാണ് ഈ ഇൻസുലിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ചില സമയത്ത് പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജുകളിലൊക്കെ ഇരിക്കുമ്പോൾ ചില കുട്ടികൾ കാണാം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഉറങ്ങി തൂങ്ങുന്നതൊക്കെ. അപ്പൊ ഇതെല്ലാം ഈ ഒരു ഇൻസുലിന്റെ ഇംബാലൻസിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോഴും സ്ലീപ്പി ആയിട്ട് ഉണ്ടാവുക, ഫുഡ് അധികം കഴിച്ചാൽ സ്ലീപ്പി ആവുന്നത്. അപ്പൊ ഇതൊക്കെ ഇൻസുലിന്റെ ഒരു ഭാഗം. നമുക്കറിയാം, ഇൻസുലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. സോ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പ്യുവർലി ഷുഗറും ഇതുപോലെയുള്ള അരി ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഹോർമോൺ, ഇതിൽ നിന്ന് വരുന്നതാണ്. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആവശ്യമുള്ളതാണ്, പക്ഷെ അതിന്റെ അളവ് കൂടുമ്പോഴാണ് മറ്റു പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. ഈവൻ PCOD ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും ഒക്കെ ഈ ഇൻസുലിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്ത്രീകളിൽ വരുന്ന ഒരു അസുഖമാണ്. സോ ഇത് ബാലൻസ്ഡ് ഫുഡിലൂടെ ഡയറ്റിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതാണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. ഇതൊരു വല്ലാത്ത പ്രശ്നം പിടിച്ച ഹോർമോണാണ്. ഇതാണ് ആക്ച്വലി നമ്മുടെ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്നത്, ഈ മെലാറ്റോണിൻ. ഇത് എന്താ പറയാ, നമുക്ക് ചില ആളുകളെ നമ്മൾ കണ്ടിട്ട്, കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ചിലപ്പം TV കാണുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ അരി നമുക്ക് ഫ്രഷ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷെ പണ്ടൊക്കെ അരിയിൽ നിന്ന് ഇങ്ങനെ കല്ലും
ഈ നെല്ലും പതിരൊക്കെ എടുത്ത് കളയുന്ന സമയത്ത് ചില ആളുകൾ കാണാം ഇങ്ങനെ അരി പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി തൂങ്ങുന്നത് എന്താണ്, അല്ലെങ്കിൽ ചില ജോലി ചെയ്യുന്ന സമയത്ത് അമ്മമാരെ ഉറങ്ങി തൂങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ വരുന്നത് ഇതുപോലെ ഈ ഒരു ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടാണ്. നമുക്കറിയാം ചില ആളുകൾ, നമ്മൾ പോലും പലപ്പോഴും ചിലപ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി പോവാറുണ്ട്. അപ്പം എന്താ പറയാ, ഇത്തരം ആളുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ്. നമുക്കറിയാം നമ്മൾ ഒരുപാട് ലേറ്റ് നൈറ്റ് നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെയാണ് ഇതിന്റെ ഒരു ഇംബാലൻസ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ ഫോൺ പിടിച്ച് ഉറങ്ങി പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആരും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈമിലല്ല ഉറങ്ങുന്നത്. 10:30 ഇന്ന് 10:30 ആണെങ്കിൽ ചിലപ്പോൾ നാളെ 12 മണിക്കായിരിക്കും, മറ്റന്നാൾ ചിലപ്പോൾ 1:30 കാരണം നമ്മൾ ആ കിടക്കാൻ നേരത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു അരമണിക്കൂറിന്റെ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും നമ്മളെ ഉറക്കത്തിനെ നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു 2.5 മണിക്കൂറിന്റെ സിനിമയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് നമ്മുടെ ഉറക്കത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെലാറ്റോണിൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നമുക്കറിയാം ഈ ഡ്രൈവിംഗ് സമയത്തൊക്കെ ആളുകൾ ഇപ്പം ഇന്നലെയും കൂടെ ഒരു ആക്സിഡന്റ് ഒക്കെ കണ്ടു, ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ആക്സിഡന്റ് വരുന്നതുമൊക്കെ ഈ ഒരു ഹോർമോണ് നമ്മൾ ശരിയായ രീതിയിൽ ഇംബാലൻസ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്. ഇതിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉറങ്ങുന്ന സമയം ഫിക്സ് ചെയ്യുക, നമ്മുടെ സ്ലീപ്പിനെ നല്ല രീതിയിൽ നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് ആ ഹോർമോണിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. വേറെ എന്നതാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ എല്ലാ മനുഷ്യരും മോസ്റ്റ് സെൻസിറ്റീവ് ആണ്. എത്ര സെൻസിറ്റീവ് അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഒരു പരിധി വരെ എല്ലാ മനുഷ്യരും സെൻസിറ്റീവ് ആണ്. സോ നമ്മളെ ഹാപ്പിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈസ്ട്രജൻ വേണ്ടി. ഇതുപോലെ തന്നെ എക്സസൈസുകളാവട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ട ട്രെയിനിങ്ങുകൾ കേൾക്കുന്നതാവട്ടെ, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് ലെവല് തരുന്ന സമയത്ത്, അല്ലെങ്കിൽ വരുന്ന സമയത്ത് വരുന്നതാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത്. ഈസ്ട്രജൻ നല്ല രീതിയിൽ, നമ്മൾ പറയും ചില ആളുകൾ എപ്പോഴും പോസിറ്റീവ് വൈബാണ്, അവരോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഇങ്ങോട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത്, അത്തരം ആളുകളിൽ ഈസ്ട്രജന്റെ അളവ് കൂടുതലായിരിക്കും. അവരെന്താന്ന് വെച്ചാൽ അവരുടെയൊക്കെ ലൈഫിൽ നെഗറ്റിവിറ്റി ഉണ്ടാവാഞ്ഞിട്ടല്ല, പക്ഷെ അവർ ആ നെഗറ്റീവ് സിറ്റുവേഷനെയൊക്കെ പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കാൻ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. സോ ഈ ഈസ്ട്രജനെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ആ ഹോർമോണിനെ നമ്മൾ എപ്പോഴും, ആ ഒരു ഹാപ്പിനെസ് ഹോർമോണിനെ എപ്പോഴും നമ്മൾ ഈ എക്സസൈസിലൂടെ അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റിലൂടെ ഒക്കെ നമ്മളുടെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കണം. അപ്പം നമുക്കറിയാം നമ്മുടെ പല സിറ്റുവേഷനിലും നമ്മളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന സാഹചര്യം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ഫ്രണ്ട്സിന്റെ വാക്കുകളാവട്ടെ, ചില ഫാമിലിയിൽ നിന്നുള്ള എന്തെങ്കിലും ഉപദേശങ്ങളാവട്ടെ, ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഡൗൺ ആവും എന്നും സമയത്ത് നമ്മൾ സ്വയം അങ്ങനെയല്ല, ഞാൻ കോൺഫിഡന്റ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഈ നെഗറ്റീവ് സിറ്റുവേഷനെ പോസിറ്റീവ് സിറ്റുവേഷൻ ആക്കാൻ പറ്റും എന്ന് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവലിന്റെ ഹൈപ്പിലേക്ക് നമ്മളെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന, ആർക്കും എന്നെ തളർത്താൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മളുടെ കൺട്രോള്, നമ്മുടെ മനസ്സിന്റെ കൺട്രോളിൽ നമ്മുടെ കയ്യിൽ തന്നെ എത്തിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പം ഇത്രയുമാണ് 9 കീ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ വർക്ക് ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു മനുഷ്യനിൽ ഈ 9 ഹോർമോൺസുകളും ബാലൻസോട് കൂടിയിട്ടാണ് ഉള്ളത് എങ്കിൽ ഈ അതായത് ഈ പറഞ്ഞ ഹോർമോൺസും പല നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡെയിലി സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഈ സിറ്റുവേഷൻസിനൊക്കെ അൾട്ടിമേറ്റ്ലി ഇതെന്ന് പറയുന്നത്, ഈ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹോർമോണുകൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുന്നതും കുറയുന്നതും അതിൽ നിന്ന് വരുന്ന പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയും എല്ലാം എന്ന് പറയുന്നത്. സോ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്ക് ഈ ഹോർമോൺസിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ഒരു തവണ ഒരു ട്രെയിനറുടെ ക്ലാസ്സിൽ ഇത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു സെഷനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഹോർമോണുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്തരം ഹോർമോണുകൾ നമ്മുടെ ലൈഫിൽ ഇത്രത്തോളം
എന്താ പറയാ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ നിന്നാണ്. ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് പറയാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. എനിവേ താങ്ക് യു. സമയത്തിന്റെ ഇത് ഞാൻ വീണ്ടും മറന്നുപോയി എത്ര സമയം വരെ ആയിരുന്നു എന്നുള്ളത്. എനിവേ താങ്ക് യു ഫോർ കോളിംഗ് മീ again and again. Thank you. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്കിന്ന് നല്ലൊരു സെഷനാണ് മാമിൻ്റെ അടുത്ത് കിട്ടിയിരിക്കുന്നത്. 9 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോൺസ്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, ഓരോ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ഫീലിങ്സിലും എന്തെല്ലാം ഹോർമോണുകളാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഫീഡ്ബാക്ക് പറയാനായിട്ട് മറ്റ് ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് മാം. കേൾക്കുന്നുണ്ടോ? ഇവിടെ റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട്. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട് ഷൈനി മാം. Yes, yes, yes. ഞങ്ങള് ഇങ്ങോട്ട് എടുക്കുന്നത്, പക്ഷെ അത് ചിലപ്പോ ഒന്ന് അത് കിട്ടുകയാണോ എങ്കിലെന്ന് വിചാരിച്ചപ്പോ മാം തന്നെ ഇങ്ങോട്ട് പറഞ്ഞ് ടോപ്പിക്ക് തന്നോളൂ, ഞാൻ ഏതായിരുന്നാലും എടുത്തോളാം. സത്യത്തില് അവൾ വളരെ സന്തോഷമായി. അങ്ങനെ ഒരു ട്രെയിനർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ടോപ്പിക്ക് തന്നോളൂ, ഞാൻ അത് എടുത്തോളാന്ന് പറഞ്ഞത്. എന്തായിരുന്നാലും അത് ആ ഒരു ടോപ്പിക്ക് നല്ല മനോഹരമായിട്ട് തന്നെ മാം ഒരു എന്താണ് ഹോർമോണ് നല്ല നല്ല വിശദമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ പറഞ്ഞു തന്നു. അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അത് നമ്മളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിപ്പോ മാം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം തന്നെ ശ്രദ്ധിച്ചത്. എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ക്ഷീണം പെട്ടെന്ന് വരും. അതും അപ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഫുഡ് കഴിക്കുമ്പോഴല്ലേ ഉള്ളൂ, അല്ലാതെ ഇല്ലല്ലോ. പെട്ടെന്നൊരു മയക്കം പോലെ കഴിച്ചു കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് വരും. ഞാൻ കുറേ നേരം അതുകൊണ്ട് നിൽക്കും ഇങ്ങനെ, ആ ഒരു ക്ഷീണം വരുന്നതുകൊണ്ട്. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും. ആണെന്ന് ഈ കാരണമാണ് മനോഹരമായിട്ട് തന്നെ മാം എടുത്ത്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഈ അഡ്രിനാലിൻ എന്താന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആരോ ചാറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. അഡ്രിനാലിൻ എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളോട് ഒരാൾ സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാൻ പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു പേടിയുണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, അത് ഉള്ളിലൊരു ഭയമായിരിക്കും. പക്ഷെ നമ്മൾ നമ്മളുടെ ബെസ്റ്റ് കൊടുക്കണമെന്നും ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. പേടി ഒബ്വിയസ്ലി ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് നമ്മുടെ ബെസ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കും. അതേപോലെ ഇപ്പൊ നമ്മുടെ മുന്നിൽ ഒരു ആക്സിഡന്റ് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ ഹ്യൂമൻ ബീങ്സിനും പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ പേടിച്ച് മാറി നിൽക്കാതെ നമ്മൾ ആ സമയത്ത് ആക്ട് ചെയ്യും. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ആക്സിഡന്റ് പറ്റിയ ആളെ ഹെൽപ്പ് ചെയ്യണം എന്ന് വരുന്ന ആ ഒരു എന്താണ് നമ്മുടെ മൈൻഡിന് നമ്മൾ സെറ്റാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോർമൽ സിറ്റുവേഷനിൽ അതിന്റെ ഒരു എന്താ പറയാ നമ്മൾ ഏറ്റവും എന്താ പറയാ നമ്മുടെ എഫേർട്ട് ഏറ്റവും കൂടുതൽ ഇടേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ വരുന്നതാണ്. പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ്ലി ഒക്കെ നമ്മളോട് പ്രസംഗിക്കാൻ പറയുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു ഫിയർ, ആ ഒരു സംഭവമാണ് ആ സമയത്ത് നമ്മുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നതാണ് ഈ ഒരു ഹോർമോൺ. മാഡം കേക്കാവോ? മാഡം? യെസ് യെസ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ബോഡിയിൽ ഇത്രയൊക്കെ ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് മാഡം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് ചില സമയത്ത് എന്തൊക്കെയോ എന്റെ ബോഡിയിൽ സംഭവിക്കുന്നതായിട്ട് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് ഈ ഹോർമോൺ ആണ് ആ സമയത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലായി. സ്ട്രെസ് വരുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു ഇതാണ്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ അമിതമായി കിടന്ന് ഉറങ്ങും. ചിലപ്പോൾ വല്ലാണ്ടൊരു അവസ്ഥയാണ്. ആ സമയത്ത്
ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ഇതാണെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു ഫുഡ് കഴിക്കുമ്പോൾ ചില ദിവസങ്ങളിൽ, എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് ഉറക്കം വരും. കിടന്ന ചിലപ്പോൾ മണിക്കൂറുകളോളം ഉറങ്ങിപ്പോകും. അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ എന്തായാലും ഈ ക്ലാസ്സിലൂടെ എന്തൊക്കെ കുറെ മനസ്സിലായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മളെ ഓരോ അവസ്ഥയിലും നമുക്കുണ്ടാകുന്ന ബോഡിയിൽ വരുന്ന ഹോർമോൺസ് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബോഡിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഹായ് മാജിക് മോർണിംഗ്, വെൽക്കാമോ? സർ. കവിത മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ കാര്യമായിട്ട് ആ ഡോസ് എന്ന് പറഞ്ഞ 4 ഹോർമോണാണ് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മയിലുണ്ടായി. ബാക്കി 5 കൂടി മാം പറഞ്ഞു തന്നു. താങ്ക് യു. നല്ലോണം വിശദീകരിച്ച് പറഞ്ഞു തന്നിരുന്നു. വളരെ കൂളായിട്ട് നമ്മളെ ശരീരത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന സാധനം നമ്മൾ അറിയാതെ കിടന്ന സാധനത്തിനെ ഉണർത്തി തന്ന് വളരെ നന്നായി, നല്ല ക്ലാസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ഫീഡ്ബാക്ക് പറയാനുണ്ടോ? കവിത മാം, മാജിക് മോർണിംഗ്. ഹായ് നല്ല സർ. സെഷനായിരുന്നു, നല്ല പ്രസന്റേഷനാണ്. അപ്പൊ ഈ 9 ഹോർമോൺസ് എന്തൊക്കെ വിധത്തിലാണ് വരുന്നത് എന്നുള്ളത്, ഏത് സമയത്താണ് നമുക്ക് വരുന്നത്, അതിന്റെ നമ്മളെ ശരീരത്തെ, മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ശരിക്കും ഈ ഹോർമോൺസിന്റെ എന്തൊക്കെ കാര്യം, ഹാപ്പി ഹോർമോൺസ് ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാ വരുന്നത്, എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, അത് കൂടുതൽ നമ്മൾ ശരീരത്തിന് എങ്ങനെ അതിന്റെ ഇംബാലൻസ് കൊണ്ട് നമ്മളെ ശരീരത്തിൽ വിഷമങ്ങൾ വരാറുണ്ട്. അപ്പൊ നമ്മളെ ലൈഫ് സ്റ്റൈൽ തന്നെയാ മാം പറഞ്ഞ പോലെ, ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതും നമ്മളൊരു നല്ല ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് സാധാരണ ബഷീർ സാർ പറഞ്ഞ പോലെ ഡോസ് എന്നുള്ള ഇതിൽ ആദ്യത്തെ 4 ഹോർമോണാണ് സാധാരണ പറയാറ്. ഇപ്പം മാം ഇത്രയും കൂടി 5 കൂടി കൂട്ടി അത് വളരെ നല്ല രീതിയിൽ ഇൻസുലിനും ഈസ്ട്രജൻ അതൊക്കെ പറ്റിയിട്ട് നമുക്ക് അഡ്രിനാലിനൊക്കെ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് ധൈര്യം ഒക്കെ ലഭിക്കുന്നതാണ്. നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടത് എന്നുള്ളത് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചാൽ വ്യക്തമാകാറില്ല. പെട്ടെന്ന് എന്തെങ്കിലും വിഷമപ്പെട്ട ഒരു സംഗതി വരികയാണെങ്കിൽ ഇത് എങ്ങനെ തരണം ചെയ്യുന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ കിട്ടില്ല. പക്ഷെ ആ സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയോ അത് നമ്മളിൽ ഒരു പ്രത്യേക ധൈര്യം വന്ന് നമ്മളതിനെ ഒരു കൺട്രോൾ ചെയ്തിട്ട് നമ്മളത് കാര്യങ്ങൾ ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു. കേൾക്കാമോ? സർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരു വ്യത്യസ്തമായ ഒരു ക്ലാസ്. കാരണം കൂടുതലും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെയാണ് ഇതിലുണ്ടാകുക. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ഒരു നമ്മൾ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ്. നല്ല ടോപ്പിക്കായിരുന്നു. ഇനി ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ ഫോർ യുവർ ഫീഡ്ബാക്ക്. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ആരും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. എനിവേ അഗൈൻ താങ്ക് യു കവിത മാം, ഒരു വാല്യുബിൾ സെഷന് വേണ്ടിയിട്ട്. നമുക്ക് എന്നൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ് കിട്ടാറുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഹെൽത്തി വൈസ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ നമുക്ക് മുന്നോട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എങ്ങനെ ഒരു ഹോർമോൺ ആണ് വരുന്നത്. അപ്പൊ നമുക്കൊരു ഹാപ്പി ഹോർമോൺ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഓരോ ആക്ഷൻസ് ഞാൻ പറഞ്ഞു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു.